ഭൂപരിധിയില്ലാതെ കർഷകരുടെ നെല്ല് സ്വീകരിക്കാൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ. ജില്ലയ്ക്ക് അർഹതപ്പെട്ട വെള്ളം ലഭിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം.പി. രാജേഷും അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷകരുമായി നടത്തിയ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരു മന്ത്രിമാരും. ഉൽപാദനക്ഷമത കൂടുതലുള്ള നെല്ല് വിളയിക്കുന്ന കർഷകരുടെ നെല്ല് പൂർണ്ണമായി സ്വീകരിക്കാൻ കൃഷിവകുപ്പുമായി യോജിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി ജി.ആർ. അനിൽ പാലക്കാട്ട് പറഞ്ഞു. 2021-22 സംഭരിച്ച നെല്ലിന്റെ തുക പൂർണ്ണമായി നൽകിക്കഴിഞ്ഞു. 2022-23 927 കോടി രൂപയുടെ നെല്ലാണ് സംഭരിച്ചത്. അതിൽ 7.9 കോടി രൂപ കർഷകർക്ക് കൊടുക്കാനുണ്ട്. സംഭരിച്ച നെല്ലിന്റെ തുക പരമാവധി 3 മാസത്തിനകം കൊടുക്കുന്ന രീതിയാണ് കേരളത്തിന്റേത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കർഷകർക്ക് നെല്ലളന്നതിന്റെ പണം സംസ്ഥാന സർക്കാർ കൊടുത്ത ഇനത്തിൽ 1266 കോടി രൂപ ലഭിക്കാനുണ്ട്. പണത്തിന്റെ ഇത്തരം പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് കർഷകന് പണം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായത്. എന്നാൽ കുടിശ്ശികയായ 7.9 കോടി ഈ മാസം തന്നെ സപ്ലൈകോ അക്കൗണ്ടിൽ നിന്ന് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ നമ്മളൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആ പരിധിക്കപ്പുറത്ത് ഉൽപാദനക്ഷമതയുള്ള ചില വിത്തുകൾ ചില മേഖലകളിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട കൃഷി ഓഫീസറുടെ അനുമതിയോടുകൂടി അത്തരം കർഷകരുടെ നെല്ല് പൂർണ്ണമായി സംഭരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം അവർക്ക് നൽകാനുള്ള തുകയുടെ സംബന്ധിച്ചാണ്. 2021-22 951 കോടി രൂപയുടെ നെല്ല് ഇവിടുന്ന് സംഭരിച്ചു. പരിപൂർണമായും അതിൻ്റെ പണം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ 2022-23 വർഷത്തിൽ 927 കോടി രൂപയുടെ നെല്ല് സംഭരിച്ചിട്ടുണ്ട്. അതിലിനി 7.9 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. നിങ്ങളെല്ലാവരും അറിയേണ്ടുന്നൊരു വിഷയം, കേരളത്തിൽ നെല്ല് സംഭരിച്ച നെല്ലിൻ്റെ വില 1-2 മാസങ്ങൾ, ചിലപ്പോൾ പരമാവധി 3 മാസത്തോട് കൊടുക്കുന്ന രീതിയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കർഷകർക്ക് നെല്ലളന്നതിൻ്റെ പണം കൊടുത്ത ഇനത്തിൽ 1266 കോടി രൂപ ലഭിക്കാനുണ്ട്. അങ്ങനെ നമുക്ക് പണത്തിൻ്റെ ഇത്തരം പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് നെല്ല് സംഭരണം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പണം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിട്ടുള്ളത്. എങ്കിലും കുടിശ്ശികയായി നിൽക്കുന്ന നെൽകർഷകർക്ക് സപ്ലൈകോ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആ 7,91,00,000 രൂപ വിതരണം ചെയ്യാൻ ഈ മാസം തന്നെ രേഖകൾ നോക്കി വിതരണം ചെയ്യാൻ. അതിൽ കുറേ ആളുകൾ അസുഖബാധിതരാണ്, 21ഓളം പേർ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നോക്കി അവർക്ക് നേരിട്ട് പണം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. മറ്റുള്ള കർഷകർ PRS വായ്പയിൽ സഹകരിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. കിടപ്പിലായ കർഷകർ, മരിച്ചുപോയ 21ഓളം കർഷകർ എന്നിവർക്കുള്ള തുക നേരിട്ട് കൈമാറാനുള്ള നടപടി സ്വീകരിക്കും. ബാക്കിയുള്ള കർഷകർ PRS വായ്പയുമായി സഹകരിക്കുമെന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. കർഷകർക്ക് തുക ലഭിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ, സപ്ലൈകോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 അംഗ ലൈസൻസ് കമ്മിറ്റിയെ നിയോഗിക്കും. കർഷക പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നെല്ലളന്ന് 15 ദിവസത്തിനകം കർഷകർക്ക് പണം നൽകാനുള്ള നടപടി ഈ സീസണിൽ സ്വീകരിച്ചിട്ടുണ്ട്. നെല്ല് സംഭരണം സഹകരണ ബാങ്കുകളിലൂടെ നടത്താൻ തന്നെയാണ് സർക്കാരിന്റെ താൽപര്യം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ലാത്ത സ്ഥിതിയാണുള്ളതെന്നും ജി.ആർ. അനിൽ പറഞ്ഞു. ജില്ലയ്ക്ക് അർഹതപ്പെട്ട വെള്ളം ലഭിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. 2 വർഷം കൊണ്ട് പാലക്കാട്ടെ കർഷകർക്ക് 1870 കോടി രൂപ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. പാലക്കാടും കുട്ടനാടും കേരളത്തിന്റെ നെല്ലറകളാണ്. ഇവിടുള്ള കർഷകരെ സർക്കാർ കൈവിടില്ലെന്നും മന്ത്രി പറഞ്ഞു. വെള്ളത്തിന്റെ പ്രശ്നമാണ് അതാണ് പറഞ്ഞത്. ഇപ്പോൾ തമിഴ്നാട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നം പരിഹരിക്കാനും കൂടുതൽ വെള്ളം ലഭ്യമാക്കാനുമുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ നിലവിലുള്ള നിയമ അനുസൃതം എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യും. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിനു ശേഷം വീണ്ടും ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയ് അവസാനം വീണ്ടും യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രശ്നം പാലക്കാട്, കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറകളാണ്. ആ 2 പ്രദേശത്തെയും നെൽകർഷകരെ സംസ്ഥാന സർക്കാർ അവരുടെ കൂടെയുണ്ടാവും. ആ നെൽകർഷകരുടെ എല്ലാ പ്രശ്നത്തിലും സർക്കാർ ഒപ്പമുണ്ടാവും. അവരെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല. UTV ന്യൂസ്, പാലക്കാട്.